കേരള PSC ഇന്ന് നടത്തിയ 2026 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. തേർഡ് സ്റ്റേജാണിത്. തേർഡ് സ്റ്റേജിലെ 20 മാത്സ് ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 81. 81-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 0.61 ഇൻറ്റു 1.3 എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണം? നമ്മൾ നമ്പേഴ്സ് ഇൻറ്റു ചെയ്യണം. 61 ഇൻറ്റു 13 എന്നാണ് നമ്പേഴ്സ്. 61 ഇൻറ്റു 13 എത്ര കിട്ടും? 3, 6 3 18, 1 19, 1 6 1 7, 793 എന്ന് കിട്ടും. ഇനി പോയിന്റ് കൊടുക്കണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പേഴ്സ്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാൾ. ഇപ്പോൾ മൊത്തം 4 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. 1 2 3 ഒരു പോയിന്റ് കൊടുത്തു. പോയിന്റ് 0793 എന്ന് വരും. ഓപ്ഷൻ ബി. 81 ഓപ്ഷൻ ബി. 82 വർഗവും വർഗമൂലവും തുല്യമായി വരുന്ന എണ്ണൽ സംഖ്യ ഏത്? വർഗവും വർഗമൂലവും തുല്യം. സ്ക്വയറും റൂട്ടും തുല്യം വരണം. അത് ഏതിന് മാത്രമേ അതുള്ളൂ? 1-ന് മാത്രമേ ഉള്ളൂ. 82 ഓപ്ഷൻ സി. ഓക്കെ. 83 ഇതാണ്. ആദ്യത്തെ 5 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്ത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് എവിടെ തുടങ്ങും? 0-ൽ തുടങ്ങുന്നതാണ് അഖണ്ഡ സംഖ്യകൾ. ആദ്യത്തെ അഖണ്ഡ സംഖ്യകൾ ഏതൊക്കെയാണ്? 5 എണ്ണം. 0 1 2 3 4 ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യണം. നമുക്ക് 0 കൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നത്. 0 കൊണ്ട് ഏത് നമ്പറിനെ ഇൻറ്റു ചെയ്താലും എന്ത് കിട്ടും? 0 ആവും. ആൻസർ ഓപ്ഷൻ ഡി. 83 ഓപ്ഷൻ ഡി കിട്ടും. 83 ഓപ്ഷൻ ഡി. 84 ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിൻ്റെ വേഗത എത്ര? ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേഗത കണ്ടുപിടിക്കണം. വേഗത സ്പീഡിനുള്ള ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് 120 കിലോമീറ്റർ. നമുക്ക് സമയം തന്നിട്ടുണ്ട് 2. 120/2 എന്ന് കിട്ടും. എല്ലാം കിലോമീറ്ററും മണിക്കൂറിലുമാണ്. ഓപ്ഷനും എങ്ങനെ? ഡയറക്റ്റ് കിലോമീറ്റർ മണിക്കൂറുമാണ്. അപ്പോൾ എത്ര കിട്ടും? 120/2 എത്ര കിട്ടും? 60 എന്ന് കിട്ടി. 60 ഓപ്ഷൻ സി ആണ്. 84 ഓപ്ഷൻ സി. ഓപ്ഷൻ സി. 85 500 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 550 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 500 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 550 രൂപയ്ക്ക് വിറ്റു അല്ലേ? അപ്പോൾ അവിടെ 500 550 എത്ര രൂപയുടെ വ്യത്യാസമുണ്ട്? 50 രൂപയാണ് അവിടെ ലാഭമായിട്ട് കിട്ടിയ തുക. വാങ്ങിയ വില എത്രയാണ്? 500 ആണ്. അപ്പോൾ നമുക്ക് ശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യും. 0 ക്യാൻസൽ ചെയ്തു. 5ഉം 50ഉം ക്യാൻസൽ ചെയ്തു. എത്ര കിട്ടും? 10 എന്ന് വരും. ആൻസർ 10 ഓപ്ഷൻ ഡി. 85 ഓപ്ഷൻ ഡി 10. അടുത്ത 86-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2/7-ൻ്റെയും 1/4-ൻ്റെയും തുക എത്ര? 86-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടണം. അപ്പോൾ ഭിന്നസംഖ്യകൾ കൂട്ടാനാണ്. 2/7 + 1/4 നമ്മൾ ഛേദം നോക്കി തുല്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്ത് ചെയ്യണം. 2 × 4 എത്രയാണ്? 2 × 4 8. 8 + 7 × 1 7 എന്ന് വരും. ഭാഗം താഴെയുള്ള 7 × 4 7 × 4 28. 7 8 കൂട്ടി എത്ര കിട്ടും? 15 കിട്ടും. 15/28 എന്ന് വരും. ഓപ്ഷൻ എ 15/28. 86 ഓപ്ഷൻ എ ആണ്. 15/28. 87 4 വ്യക്തികളുടെ ശരാശരി പ്രായം 40 ആണ്. 4 പേരുടെ ശരാശരി പ്രായം 40 ആണെങ്കിൽ ആ 4 പേരുടെ പ്രായങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? തുക എങ്ങനെ കണ്ടുപിടിക്കും? തുക എന്ന് പറയുന്നത് തുക ഈസ് ഈക്വൽ ടു 40 × 4 ആയിരിക്കും. ദറ്റ് ഈസ് 160. പുതിയ ഒരാൾ കൂടി വന്നപ്പോൾ അപ്പോൾ 160ൻ്റെ കൂടെ ആരൂടെ വന്നു? ഒരാളൂടെ വന്നു. ശരാശരി പ്രായം എത്രയായി? 45 അപ്പോൾ ആളിൻ്റെ എണ്ണവും കൂടി എത്രയായി? 5 എന്നുള്ളതായി. 5 സമം 45. ശരാശരി പ്രായം 45 ആണ്. എങ്കിൽ പുതിയതായി വന്ന ആളുടെ പ്രായം കണ്ടുപിടിക്കണം. എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ 5നെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുപോകാം. 5 ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു ആവും. 45 × 5 എന്ന് കിട്ടി. 45 × 5 5 × 5 25 5 2 20ഉം 2ഉം 22 222 225 എന്ന് കിട്ടി അല്ലേ? നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. 160 + എക്സ് ആണ് എന്ത് കിട്ടിയത്? ഇപ്പോൾ 225 എന്ന് കിട്ടിയത്. എക്സ് കണ്ടുപിടിക്കണം. 225 എന്ത് കുറയ്ക്കണം? 160 കുറയ്ക്കണം. +160 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. അപ്പം 225 - 160 എന്ന് കിട്ടും. 5 12 ന്ന് 6 പോയ 6 ബാക്കി 65. എക്സ് എത്രയെന്ന് കിട്ടും? 65 ഓപ്ഷൻ സി. 87 ഓപ്ഷൻ സി. 87 ഓപ്ഷൻ സി. അടുത്തത് 88 60നും 70നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ തുക. അഭാജ്യ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കാനുള്ളത്. അഭാജ്യ സംഖ്യകൾ എന്ന് അപ്പോൾ നോക്കണം. 88 60 തൊട്ട് 61 തൊട്ട് 70 വരെ ഉള്ളതിൽ നമ്മൾ എന്ത് ചെയ്യും? എണ്ണൽ സംഖ്യകളിൽ ഒറ്റ സംഖ്യകൾ എഴുതി വെക്കും. ഏതൊക്കെയാണ്? 61 63 65 67 69. ഇതിലേതൊക്കെയാണ് എന്തെന്ന് നോക്കും?
അഭാജ്യസംഖ്യകൾ നോക്കും. ഏതൊക്കെയാണ് അഭാജ്യസംഖ്യകൾ? 61 അഭാജ്യസംഖ്യയാണ്. 63 ആണോ? അല്ല, 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അപ്പോൾ അതല്ല അല്ലേ. ഇനി 63 അല്ല. 65 ആണോ നോക്കാം. 65 ആണോ നോക്കാം. 65 5ന്റെ മൾട്ടിപ്പിൾ ആണ്, അപ്പോൾ അതും അല്ല. ഇനി അടുത്തത് 67. 67 അഭാജ്യസംഖ്യയാണോ? 67 അഭാജ്യസംഖ്യയാണ്, വേറൊന്നിൻ്റെയും ഗുണിതമല്ല. 69 3ന്റെ ഗുണിതമാണ്, അതും അല്ല. അപ്പോൾ ആരൊക്കെ തമ്മിൽ കൂട്ടണം? 61ഉം 67ഉം കൂട്ടണം. 8 12 128 എന്ന് കിട്ടും. ഓപ്ഷൻ 88, ഓപ്ഷൻ ഡി. 88 ഓപ്ഷൻ ഡി. 89 ഇതാണ്. എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യ. ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക അത്രയേ ഉള്ളൂ. ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് 10 ഇരട്ട സംഖ്യ? ഇരട്ട സംഖ്യകൾ അറിയാം, 2 4 6. ഇതിൽ 10 ഇരട്ട സംഖ്യകളുടെ തുക. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഇതാണ് ഇക്വേഷൻ. ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n × n+1. n എന്ന് പറഞ്ഞാൽ എത്ര ഇരട്ട സംഖ്യ എന്നുള്ള. എത്ര ഇരട്ട സംഖ്യ? 10. അപ്പോൾ 10 × 10 + 1 11. എത്ര കിട്ടും? 110 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. 89 ഓപ്ഷൻ ഡി. 90 ഇതാണ്. 90. 24 60 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? 24ന്റെയും 60ന്റെയും ലസാഗു കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്ത് നോക്കാം. എത്ര? 2ൽ 2 12. എത്ര വരും? 30 വരും. 6 ചെയ്ത് നോക്കാം. 6 2 5. ഇനി ചെയ്യാൻ പറ്റുമോ? ഇല്ല. 5 × 2 10 ആണ്. 6 × 2 12 ആണ്. 12 × 10 എന്നിട്ടും എത്ര? 120. ലസാഗു കിട്ടി എത്ര? 120. 90 ഓപ്ഷൻ ബി. 90 ഓപ്ഷൻ ബി 120. ഓക്കെ. അടുത്തത് 91. 91 ഇതാണ്. 15 × 6 + 120/4 - 50. ഇത് മോഡ് മാസ് വെച്ച് ചെയ്യാനുള്ളതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഭാഗിക്കും. 120/4 ആണ് ആദ്യം ചെയ്യുന്നത്. 120/4 എത്ര കിട്ടും? 30 എന്ന് കിട്ടി. 120/4 എത്രയാണ്? 30. ഇപ്പം കിട്ടിയിരിക്കുന്നത് 15 × 6 + 30 - 50 എന്നാണ് അല്ലേ. 15 × 6 എത്രയാണ് നോക്കണം. 15 × 6 എത്രയാണ്? 15 × 2 30 ആണ്. 30 × 3 90 എന്ന് വരും. ഇത് 90 ആവും. ഇത് 90 ആയി. ഇപ്പം കിട്ടിയിരിക്കുന്നത് 90 + 30 - 50. 90 30 കൂട്ടിയാൽ 120 ഇട്ടു. 120 50 കുറച്ചാൽ എത്ര കിട്ടും? 70 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. 91 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. 92. 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2/10 എങ്ങനെ എഴുതും? 2/10 എത്ര കൂട്ടിയാൽ എക്സ് കൂട്ടിയാൽ 2/11 കിട്ടും. നമ്മൾ എങ്ങനെ ചെയ്യും? എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. 2/10 കൂടെ അപ്പുറത്ത് പോകും. അപ്പോൾ എക്സ് = 2/11 - 2/10 അല്ലേ. ഇവിടെ രണ്ടിടത്തും നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2/11 2/10 × 2 എന്ന് എഴുതാമല്ലോ, അല്ലെങ്കിൽ 2/1 എന്ന് എഴുതാമല്ലോ. മൈനസ് ബാക്കിയുള്ള 2/10 എഴുതി ആണല്ലോ. ഇതിൽ രണ്ടിടത്തും ഒരു 2/10 ഉണ്ട്, ഇവിടെയും ഉണ്ട്. അത് കോമൺ ആയിട്ട് എടുക്കുക. 2/10 പുറത്തെടുത്തു. ബാക്കി 2/1 എന്ന് പറഞ്ഞാൽ 2. ഇവിടെ ആരുണ്ട്? ബാക്കി 1 ഉള്ളൂ. ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ ആ 1 എഴുതി. 2/10 അതുപോലെ എഴുതി. 2 - 1 എത്രയാണ്? 1 ആണ്. 2/10 × 1 2/10 എന്ന് കിട്ടി. ഓക്കെ. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ആണ്. 92 2/10 ഓപ്ഷൻ ബി. 92 ബി. 93. അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അനുപാതം 5:1 ആണ്. അപ്പോൾ അച്ഛനും ഉണ്ട് മകനും ഉണ്ട്. അവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം 5:1 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? 5x എന്നും 1x എന്നും എഴുതി. 4 വർഷം കഴിയുമ്പോൾ രണ്ടുപേരുടെയും പ്രായം കൂടൂലേ? എക്സ് എന്താവും? x+4 ആവും. അച്ഛൻ്റെ പ്രായം എന്താവും? 5x എന്നുള്ളത് 5x + 4 എന്നാവും അല്ലേ. എന്നിട്ട് അപ്പോഴത്തെ അംശബന്ധം തന്നിട്ടുണ്ട് 4:1. നമുക്കത് എഴുതാം. 5x + 4ഉം 5x + 4ഉം x+4 തമ്മിലുള്ള അംശബന്ധം എത്രയും തന്നിട്ടുണ്ട്? റേഷ്യോ തന്നിട്ടുണ്ട് 4:1. 4/1. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ക്രോസ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യും. അപ്പോൾ 5x + 4 × 1 4 ഒന്നുകൊണ്ട് ഏത് സംഖ്യ ഗുണിച്ചാലും അത് തന്നെ കിട്ടും. അപ്പോൾ 5x + 4 അതുപോലെ എഴുതി സമം. ഇനി ഇങ്ങനെ ഗുണിക്കാം. അപ്പോൾ എന്ത്? x + 4 × 4 എന്ന് കിട്ടും. x + 4 × 4 അവിടെ ഇട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 5x + 4 അതുപോലെ എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 4 × x 4x. 4 × 4 16. ഇനി എന്ത് ചെയ്യണം? ഈ 4x ഇപ്പുറത്തും വരും, ഈ 4 അപ്പുറത്തോട്ടും പോകും അല്ലേ. അപ്പോൾ 5x + 4x ഇപ്പുറത്ത് വരുമ്പോൾ -4x. അവിടെ 16 ഉണ്ടായിരുന്നു. +4 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ -4 എന്നാവും.
16 മൈനസ് 4 12, 5x മൈനസ് 4x x ഈക്വൽ ടു 12 എന്ന് കിട്ടി. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് നമ്മൾ കണ്ടുപിടിച്ച എക്സ്, മകൻ്റെ വയസ്സാണ്. അച്ഛൻ്റെ വയസ്സ് 5 ഇൻറ്റു എക്സ്. എക്സ് എത്രയായിരുന്നു? 12. 12 ഇൻറ്റു 5 എത്രയാണ്? 12 ഇൻറ്റു 5 60. 93 ഓപ്ഷൻ എ 60 എന്ന് കിട്ടി. 93 ഓപ്ഷൻ എ 60. 94 താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. 25, 9, 16, 42, 49, 64. നോക്കിയേ, ഒറ്റയാനെ എങ്ങനെ കണ്ടുപിടിക്കാം? 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ ആണ്, 9 3ൻ്റെ സ്ക്വയർ ആണ്, 16 4ൻ്റെ സ്ക്വയർ ആണ്, 42 1ൻ്റെ സ്ക്വയർ അല്ല, അവിടെ കിടന്നോട്ടെ, ബാക്കിയും കൂടെ നോക്കാം. 49 7 ആണ്, 64 8 ആണ്. അപ്പോൾ ആര് കിട്ടി? 42 ഓപ്ഷൻ സി. 94 ഓപ്ഷൻ സി. അടുത്ത 95, ഒരു വാച്ച് 20% നഷ്ടത്തിൽ 400 രൂപയ്ക്ക് വിറ്റു. എന്നാൽ വാങ്ങിയ വില എത്ര? 20% നഷ്ടം എന്ന് പറയുമ്പോൾ 80 ആവും അല്ലേ? 80 എന്ന് പറയുന്നത് എത്രയാണ്? 400 ആണ്. 400 എങ്കിൽ 100 കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 80 കൂടെ ഇപ്പുറത്ത് വരാം. അപ്പോൾ 400 ഭാഗം 80 ആവും. അതിൻ്റെ 100 ആണ് കണ്ടുപിടിക്കുന്നത്. 0 ക്യാൻസൽ ചെയ്തു. 40 കൊണ്ട് 8 ഉണ്ട്. 8 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇതെന്താവും? 1 ആവും. ഇതെത്രയാവും? 5 ആവും. 5 ഇൻറ്റു 100, 5 ഇൻറ്റു 100 എന്ന് ഇട്ടും എത്രയാണ്? 5 ഇൻറ്റു 100 500. 95 ഓപ്ഷൻ ഡി. അടുത്ത 96 ചെയ്യാം. 96 ഇതാണ്. 8, 11, 14, 17, 20 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക. എണ്ണം തന്നിട്ടുണ്ട്. എത്ര 20 പദങ്ങളുടെ തുകയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണം തന്നിട്ടുണ്ട്, എണ്ണ് തന്നിട്ടുണ്ട് 20. നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, ആദ്യത്തെ പദം അറിയാം 8. അവിടുത്തെ സമാന്തര ശ്രേണിയിലെ കോമൺ ഡിഫറൻസും അറിയാം. എത്ര? ഡി അറിയാം. ഡി എങ്ങനെ കണ്ടുപിടിക്കും? ഡി എന്ന് പറയുന്നത് 11 മൈനസ് 8 ആണ്. 11 മൈനസ് 8 എത്ര ഇട്ട്? 3 എന്ന് കിട്ടി. സമ്മാണ് കണ്ടുപിടിക്കാനുള്ളത്. തുക കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഇതാണ്. n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു ഡി അല്ലേ? ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. n എത്രയാണ്? തുക കണ്ടുപിടിക്കാൻ n എത്രയാണ്? 20 ആണെന്ന് തന്നിട്ടുണ്ട്. 20 ഭാഗം 2 ഇൻറ്റു 2f. f എന്താണ്? ഫസ്റ്റ് പദം, അത് 8 ആണ് അല്ലേ? 2 ഇൻറ്റു 8 16 എന്ന് കിട്ടി. 16 പ്ലസ് 20 മൈനസ് 1 എന്ന് വരും 19 ഇൻറ്റു ഡി എത്രയാണ്? 3. 19 ഇൻറ്റു 3 ചെയ്ത് നോക്കാം. 19 ഇൻറ്റു 3 27, 2 5 57 എന്ന് കിട്ടി. 57ൻ്റെ കൂടി ഇനി ആര് ചെയ്യണം? 16 കൂട്ടണം. ബ്രാക്കറ്റിനകത്തുള്ളതാണ്. 13 7 73 എന്ന് കിട്ടി. 20 ഭാഗം 2 10 ആണ്. 10 ഇൻറ്റു 73 എന്നാവും. ബ്രാക്കറ്റ് ഫുള്ളുള്ള നമ്മൾ പുറത്ത് ചെയ്തു. 10 ഇൻറ്റു 73 730 എന്ന് കിട്ടും. തുക കിട്ടി 730 ഓപ്ഷൻ സി. 96 ഓപ്ഷൻ സി. 97 ഇതാണ്. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിൻ്റെ വർഗം 64 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യ എക്സ് ആണ്, അതിനോട് 3 കൂട്ടിയപ്പോൾ എക്സ് പ്ലസ് 3 ആയി. അതിൻ്റെ വർഗം. അപ്പോൾ നമ്മൾ വർഗം എടുത്തു. അപ്പോൾ എത്ര കിട്ടും? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അത് എത്രയാണെന്ന്? 64 ആണെന്ന് തന്നിട്ടുണ്ട്. 64. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കണം. നമ്മൾ ഓരോരുത്തരായിട്ട് അപ്പുറത്ത് കൊണ്ടുപോകും. സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ടാവും. റൂട്ട് 64 അല്ലേ? എത്രയാണത്? 8 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 3 കിട്ടി 8. ഇനി എക്സ് കണ്ടുപിടിക്കണം. എക്സ് സമം 8 മൈനസ് 3 ആവും. പ്ലസ് 3 അപ്പുറത്ത് പോയി മൈനസ് 3 ആയി. എക്സ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 5 ഓപ്ഷൻ സി. 97 ഓപ്ഷൻ സി. അടുത്ത 98 ആണ്. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി ഭാരം എത്രയാണ്? 35. 30 കുട്ടികളുടെ ശരാശരി ഭാരം. അപ്പോൾ അവരുടെ ഭാരങ്ങൾ മൊത്തം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 30 ഇൻറ്റു 35 എത്ര കിട്ടി? 1050 എന്ന് കിട്ടി ആണല്ലോ. ഇനി എന്ത് കണ്ടുപിടിക്കണം? ടീച്ചറെയും ഉൾപ്പെടുത്തിയപ്പോൾ. അപ്പോൾ 1050ൻ്റെ കൂടെ ടീച്ചറും കൂടെ വന്നപ്പോൾ എത്രയായി? കുട്ടികളുടെ എണ്ണം കൂടി. 30 കുട്ടികളെന്നുള്ള എത്രയായി? 31 കുട്ടികളായി. 31 കുട്ടികളുടെ ശരാശരി ഭാരം എത്രയാവും? ക്വസ്റ്റ്യനിൽ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 36 എന്ന് തന്നിട്ടുണ്ട്. 36. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഭാഗം 31 അപ്പുറത്ത് പോകുമ്പോൾ ഗുണം 31 ആവും. 36 ഇൻറ്റു 31 എന്ന് കിട്ടും. 36 ഇൻറ്റു 31 എത്രയാണ്? 1116 എന്ന് കിട്ടും. 1116 അല്ലേ? 1050 പ്ലസ് എക്സ് ആണ് എന്ത്? 1116. എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 1116 1050 കുറയ്ക്കും. അപ്പോൾ 6 വരും, വീണ്ടും 6 വരും, 66 എന്ന് കിട്ടും അല്ലേ? 66 എന്ന് കിട്ടും. ഓപ്ഷൻ സി. 98 ഓപ്ഷൻ സി. 99 2, 6, 12, 20, 30 ഡാഷ് എന്ന ശ്രേണിയിലെ അടുത്ത പദം എത്ര? അടുത്ത പദം കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും? 2ൻ്റെ കൂടെ 4 കൂട്ടിയാണ് 6 ആയത്. 6ൻ്റെ കൂടെ 6 കൂട്ടി
2ൻ്റെ കൂടെ 4 കൂട്ടി, 6ൻ്റെ കൂടെ എത്ര കൂട്ടി? 6 കൂട്ടി, 12ൻ്റെ കൂടെ 8 കൂട്ടി, 20ൻ്റെ കൂടെ 10 കൂട്ടി. അപ്പോൾ 4, 6, 8, 10 അടുത്ത് എത്ര ആയിരിക്കും? 12 ആയിരിക്കും. 30, 12 കൂട്ടിയാൽ 42, ഓപ്ഷൻ ബി. 99 ഓപ്ഷൻ ബി 42. 100. ഒരു സംഖ്യയുടെ 2/3 ഭാഗം 80 ആണെങ്കിൽ സംഖ്യ ഏത്? സംഖ്യ നമ്മൾ എക്സ് എന്ന് എടുത്തു. എക്സിൻ്റെ 2/3 80 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. ഭാഗം 2 അപ്പുറത്താകുമ്പോൾ ഗുണമാവും. 80 ഗുണം 3. ഇനി ഗുണിച്ചിരിക്കുന്ന 2 അപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഹരണമാവും. ഭാഗം 2 എന്നായി. 2ഉം 80ഉം വെട്ടാം. എത്രയാവും? 40 ആവും. 40 × 3 120. സംഖ്യ എന്തെന്ന് കിട്ടും? 120 കിട്ടും. 100 ഓപ്ഷൻ സി 120. ഓക്കെ, താങ്ക് യു.